വെൽക്കം ടു സ്റ്റേ സൈക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്ട്രെസ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ്. സോ സ്ട്രെസ് ഈസ് എ കോംപ്ലെക്സ് ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റെസ്പോൺസ് ടു എൻ എക്സ്റ്റേണൽ or internal demands that exceeds an individual's adaptive capacity. നമ്മുടെ കോപ്പിങ്ങിനെ അല്ലെങ്കിൽ അഡാപ്റ്റീവ് കപ്പാസിറ്റീനെ എക്സീഡ് ചെയ്തിട്ടൊരു ഡിമാൻഡ് അല്ലെങ്കിൽ വിച്ച് ഈസ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഫിസിയോളജിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പാറ്റേണാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നമ്മുടെ കോപ്പിംഗ് കപ്പാസിറ്റിക്ക് പറ്റാത്തൊരു സംഭവം അതിനെ എക്സീഡ് ചെയ്തിട്ടൊരു സമയം വരുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ റെസ്പോൺസാണ് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ റെസ്പോൺസിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ബോഡി റിയാക്ഷൻ ഉണ്ടാവാം. അത് നമ്മൾ എപ്പോഴാണ് പെർസീവ് ചെയ്യുന്ന ഒരു ത്രെട്ടോ അല്ലെങ്കിൽ ചാലഞ്ചോ വരുന്ന സമയത്താണ് ഈ ബോഡി റിയാക്ഷൻ നമ്മൾ പെർസീവ് ചെയ്യുന്നത്. അതുപോലെ ഇത് ബയോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. സ്ട്രെസ്സ് വളരെ ഓവർവെൽമിങ് ആവും വെൻ ആൻ ഇൻഡിവിജ്വൽ ഫെയിൽസ് ടു അഡാപ്റ്റ് ഇഫക്റ്റീവ്ലി. സ്ട്രെസ്സ് ഉണ്ടാകുന്നത് ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്താണ്. സോ വിച്ച് ലീഡ്സ് ടു ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്. ഇനി സെല്ലി എന്ന് പറയുന്ന ആളെ അറിയാമല്ലോ, വിച്ച് ഹീ ടുക്ക് ഫോർവേഡ് ദ വേർഡ് സ്ട്രെസ് എന്ന് പറയുന്ന വേർഡ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് സെല്ലിയാണ്. ആൻഡ് ഹി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഡിഫിക്കൽട്ടി, നമ്മുടെ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ സ്ട്രെയിൻ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ സ്ട്രെയിനിനെയാണ് നമ്മുടെ സെല്ലി എന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറഞ്ഞിരുന്നത്. സ്ട്രെയിൻ ഓർ സ്ട്രെസ് ആൻ ഇൻഡിവിജ്വൽ experienced as they struggle to cope with and adapt to the changing environmental condition. അപ്പോൾ ഇത് നമ്മുടെ ഒരു നോർമലായിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഒരു ചേഞ്ച് സംഭവിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, സ്ട്രെസ് ഉണ്ടാകുന്നത്. ഹിസ് വർക്ക് നമ്മുടെ കറൻറ്റ് സ്ട്രെസ് റിസർച്ചിനൊക്കെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നുള്ളതാണ് നമ്മുടെ സെല്ലിയുടെ സ്ട്രെസ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് വന്നിട്ടുള്ളത്. ആൻഡ് സെല്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കൊരു നെഗറ്റീവ് സ്ട്രെസ് മാത്രമല്ല, ദർ ആർ പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സ്ട്രെസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂസ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് സ്ട്രെസ്സിനെയാണ് നമ്മൾ യൂസ്ട്രെസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് നമുക്കൊരു ഒപ്റ്റിമൽ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. നമുക്ക് എക്സാം വരുന്നുണ്ട്. സോ എക്സാം വരുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഒരു സ്ട്രെസ് വരുന്നതെങ്കിൽ വിച്ച് ഈസ് ദ യൂസ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇറ്റ് എക്സീഡ്സ് ഒരു ഒപ്റ്റിമൽ ലെവലിൽ എക്സീഡ് ചെയ്ത് പോകുന്നതിനെ നമുക്ക് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ഫെറ്റീഗ് ആവുക, നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവുന്നൊരു സംഭവമാണ് നമ്മൾ ഡിസ്ട്രെസ്സിൽ വരുന്നത്. ഇനി സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. നിങ്ങൾക്ക് സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് കോസിങ്, നമുക്കൊരു എൻവയോൺമെൻറ്റൽ ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡിങ് സിറ്റുവേഷൻ, ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ സ്ട്രെസ്സർ എന്ന് പറയുന്നത്. എന്താണ് സ്ട്രെസ് കോസ് ചെയ്യുന്നത്, വിച്ച് ഇസ് കോൾഡ് ദി സ്ട്രെസ്സർ. ആൻഡ് സ്ട്രെസ് ടോളറൻസ് എന്ന് പറയുന്നുണ്ട്. സ്ട്രെസ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് സ്ട്രെസ് വിത്തൗട്ട് ബിക്കമിങ് സീരിയസ്ലി ഇംപായർഡ്. നമുക്കൊരു പ്രശ്നം വരാത്ത രീതിയിൽ നമുക്ക് സ്ട്രെസ്സിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി, ഒരു പേഴ്സൻ്റെ എബിലിറ്റിനെയാണ് സ്ട്രെസ് ടോളറൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡിസോർഡേഴ്സ്, സ്ട്രെസ്സിൻ്റെ ഒരു എന്താ പറയുക ഇൻട്രോ പോലെ നമുക്കിതൊക്കെ പറയാം. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് മേജർ ഡിസോർഡേഴ്സ്, നമുക്ക് സ്ട്രെസ്സിൻ്റെ കാരണമായിട്ടുണ്ടാവുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ദ മേജർ ഡിസോർഡേഴ്സ് അറൈസിങ് ഫ്രം സ്ട്രെസ് ആൻഡ് ട്രോമ ഇൻക്ലൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഇങ്ങനെ കുറച്ച് ഡിസോർഡേഴ്സ് നമുക്ക് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് സ്ട്രെസ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാവും. ഇനി എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി development of emotional and behavioral symptoms to an identifiable stressor occurring within 3 months of onset of the stressor. It represents a maladaptive reaction to a normal life event such as divorce, job loss, relocation. Adjustment disorder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ നിന്ന് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഇമോഷണലായിട്ട് ബിഹേവിയറലായിട്ട് നമുക്ക് ഉണ്ടാകുന്നൊരു ചേഞ്ചസ് ഉണ്ടാകും. സോ അതിൽ കൂടുതൽ ഒരു 3 മന്ത്സിലോട്ട് നമുക്ക് 3 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സിൽ കൂടുതലായിട്ട് ആ ഒരു സ്ട്രെസ്സർ കൊണ്ട് നമുക്ക് ഒരു
ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ലൈഫിനെ അത് ഇഫക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാലഡക്റ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് 3 months ഓർ 3 months മോർ ദാൻ 3 months ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 3 months ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയും. അതായത് നോർമലായിട്ടൊരു സ്ട്രെസ്സറിൽ നിന്ന്, ഒരു ഐഡൻറ്റിഫൈഡ് സ്ട്രെസ്സറിൽ നിന്ന് എക്സസീവായിട്ടുള്ളൊരു ഇമോഷണൽ ബിഹേവിയറൽ സിംറ്റംസ് ഒക്കർ ചെയ്യുകയാണ്. ഒരു 3 month ആയിട്ടൊരു ഓൺസെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ലൈഫിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മാലഡാപ്റ്റീവ് റിയാക്ഷൻ നമുക്ക് അവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്കതിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയാം. ഇനി ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് സിംറ്റംസ് മസ്റ്റ് ഒക്കർ വിത്തിൻ 3 months ഓഫ് ദി ഓൺസെറ്റ് ഓഫ് ദി സ്ട്രെസ്. ആ ഒരു സ്ട്രെസ്സർ, അതായത് ഒരു ജോബ് ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബെറിമെൻറ്റ്, നമ്മുടെ ക്ലോസ് വൺസിൻ്റെ ലോസ് ആയിരിക്കാം, പിന്നെ എന്താ പറയുക റീലൊക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രഗ്നൻസി ആയിരിക്കാം, പ്രഗ്നൻസിയിൽ അങ്ങനത്തെ ലൈക്ക് ഡെലിവറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കാം. സോ അങ്ങനത്തെ ഒക്കെ ടൈമിൽ ഒരു 3 months എങ്കിലും ഓൺസെറ്റ് എന്തിനുണ്ടായിരിക്കണം, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറിനുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാരേജ് അങ്ങനെ വേണ്ട എന്ത് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, മാർക്ക് ഡിസ്ട്രെസ് ദാറ്റ് ഈസ് ഔട്ട് ഓഫ് പ്രപ്പോർഷൻ ടു ദി സിവിയറിറ്റി ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ദി സ്ട്രെസ്. അതിന് ഒരു പ്രപ്പോർഷൻ, സിവിയറിറ്റി ഇൻറ്റൻസിറ്റി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഇമ്പയർമെൻറ്റ് ഇൻ സോഷ്യൽ, ഒക്യുപ്പേഷണൽ ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്. നമുക്ക് ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഫങ്ഷനിങ്ങിന് അതൊരു ഇമ്പയർമെൻറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് ഡസ് നോട്ട് മീറ്റ് എനി അതർ, മറ്റുള്ള മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ ക്രൈറ്റീരിയ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ ആണെന്ന് പറയാം. വൺസ് ദി സ്ട്രെസ്സർ ഓർ ഇറ്റ്സ് കോൺസിക്വൻറ്റ് ഹാവ് ടെർമിനേറ്റഡ് ദി സിംറ്റംസ് ഡസ് നോട്ട് പെർസിസ്റ്റ് ഫോർ മോർ ദാൻ 6 months. ഇതിൻ്റെ ഒരു സ്ട്രെസ്സർ അല്ലെങ്കിൽ കോൺസിക്വൻസ് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിംറ്റം ഒരു 6 months കൂടുതൽ പെർസിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സിൻ്റെ ടൈപ്സ് പറയുന്നത് വിത്ത് ഡിപ്രസ്ഡ് മൂഡ്സിൽ വരുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് വിത്ത് ഡിപ്രസ്ഡ് മൂഡ്, വിത്ത് ആൻസൈറ്റി, വിത്ത് മിക്സ്ഡ് ആൻസൈറ്റി ആൻഡ് ഡിപ്രസ്ഡ് മൂഡ് വരുന്നുണ്ട്, വിത്ത് ഡിസ്റ്റർബൻസ് ഓഫ് കണ്ടക്ട്, വിത്ത് മിക്സ്ഡ് ഡിസ്റ്റർബൻസ് ഓഫ് ഇമോഷണൽ ആൻഡ് കണ്ടക്ട്, അൺസ്പെസിഫൈഡ്. ഇങ്ങനെയൊക്കെയാണ് ടൈപ്സ് വരുന്നത്. ഇനി എത്തിയോളജി നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ക്യാൻ ഒക്കർ ഇൻ ഇൻഡിവിജ്വൽസ് ഓഫ് എനി ഏജ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് വരാം. ദേ ആർ മോർ ലൈക്ലി ടു ഡെവലപ്പ് ഇൻ പീപ്പിൾ വിത്ത് നമുക്ക് കോപ്പിംഗ് സ്കിൽസ് കുറവാനുള്ള ആൾക്കാർ, പിന്നെ സോഷ്യൽ സപ്പോർട്ട് കുറവുള്ള ആൾക്കാർ, മെൻ്റൽ ഇൽനെസ്സിന് ഹിസ്റ്ററി ഉള്ള ആളുകൾ, പിന്നെ മൾട്ടിപ്പിൾ സ്ട്രെസ്സേഴ്സ് ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് വരാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സാഡ്നെസ്, ടിയർഫുൾനെസ്, ഹോപ്പ്ലെസ്നെസ്, നെർവസ്നെസ്, ആൻസൈറ്റി, ജിറ്ററിനെസ്, ഡിഫിക്കൽട്ടി കോൺസെൻട്രേഷനിൽ വരുന്ന ഡിഫിക്കൽട്ടി, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, പിന്നെ ഇമ്പാക്ട് സോഷ്യൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സൈക്കോതെറാപ്പിയാണ്, പെർട്ടിക്കുലർലി CBT. ദ ട്രീറ്റ്മെൻറ്റ് ഈസ് ഓഫ് ചോയ്സ്. പിന്നെ സപ്പോർട്ടീവ് കൗൺസിലിംഗ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, പ്രോബ്ലം സോൾവിങ് തെറാപ്പി ഒക്കെ എഫക്റ്റീവാണ്. ഇൻ സം കേസസ് ഷോർട്ട് ടേം മെഡിക്കേഷൻസ് ആയിട്ടുള്ള ആക്സിയോലിറ്റിക്സ് അല്ലെങ്കിൽ ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇനി വരുന്നതാണ് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ. അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേം സൈക്കോളജിക്കൽ റെസ്പോൺസാണ്. ഒരു ട്രോമാറ്റിക് ഇവൻറ്റിന് ട്രോമാറ്റിക് ഇവൻറ്റ് കൊണ്ട് വരുന്ന ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള സൈക്കോളജിക്കൽ റെസ്പോൺസിനെയാണ് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. സിംറ്റംസ് ഒക്കെ വിത്ത് 3 days ഓഫ് ദി ട്രോമ. ഒരു സിംറ്റം ഒക്കർ, ഒരു ട്രോമ ഒക്കർ ചെയ്തിട്ടുള്ള ഒരു 3 days വരുന്നതാണ്. ആൻഡ് ലാസ്റ്റ് അപ് ടു 1 month. ഇതിൻ്റെയൊക്കെ 1 month അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടാവുന്നത്, അക്യൂട്ട് സ്ട്രെസ് ഉണ്ടാകുന്നത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദോസ് ഇൻഡിവിജ്വൽസ് ഹു മൈറ്റ് ബി റിസ്ക് ഓഫ് ഡെവലപ്പിംഗ്. അപ്പം എന്താ പറയുക, ഇതൊരു PTSD ഒക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ടാവാൻ പോകുന്ന ആളുടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഹെൽപ്ഫുള്ളാണെന്നല്ല, അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ഉള്ളവർക്ക് PTSDയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്കത് ഏർലി ഐഡൻറ്റിഫിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് കൂടിയാണിത്. DSM-5 ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എക്സ്പോഷർ ടു ആക്ച്വൽ ഓർ ത്രെറ്റൻഡ് ഡെത്ത്, സീരിയസ് ഇഞ്ചുറി, സെക്ഷൽ വയലേഷൻ either by direct experience, witnessing, learning it occurring to a close family member or repeated extreme exposure ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വരാം. പ്രസൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 9 symptoms ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് 5. ഈ 5-ൽ നിന്ന് ഏതെങ്കിലും
5 കാറ്റഗറീസിൽ നിന്ന് ഏതെങ്കിലും 9 സിംറ്റംസ് ഉണ്ടാവണം. ഓക്കെ, ഇൻട്രൂഷൻ, അതായത് ഇൻട്രൂസീവ് ആയിട്ടുള്ള മെമ്മറീസ്, നൈറ്റ് മെയർസ്, നെഗറ്റീവ് മൂഡ്, അതായത് ഇന്നബിലിറ്റി ഓഫ് ഫീലിംഗ് പോസിറ്റീവ് ഇമോഷൻസ്, അത് എന്തും ആവാം. ഡിസോസിയേഷൻ, അത് ഓൾട്ടേർഡ് സെൻസ് ഓഫ് റിയാലിറ്റിയാണ്. അംനീഷ്യ, അങ്ങനെ സംഭവം എന്തെങ്കിലും. അവോയ്ഡൻസ്, അവോയ്ഡിങ് റിമൈൻഡേഴ്സ് ഓഫ് ട്രോമ, അങ്ങനെ സംഭവങ്ങൾ. അല്ലെങ്കിൽ എറോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഇറിറ്റബിലിറ്റി, ഹൈപ്പർ വിജിലൻസ്, ഇതൊക്കെ. സിംറ്റംസ് കോസ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ് ഓർ ഇമ്പയർമെൻറ്റ് ഇൻ അവർ ഡെയിലി ഫങ്ഷനിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനോട് എന്തെങ്കിലും ഡിസ്ട്രെസ് അല്ലെങ്കിൽ ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 days to 1 month ആണ്. ഇതിൻ്റെ എത്തിയോളജി ആൻഡ് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ഇൻക്രീസസ് വിത്ത് സിവിയറിറ്റി ഓഫ് ട്രോമ. പീപ്പിൾ വിത്ത് പ്രയർ ട്രോമ, ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ പുവർ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആർ മോർ വൾണറബിൾ. പിന്നെ ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് ഓൾസോ പ്ലേ എ റോൾ. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ ഒക്കെ ഉണ്ടാവാം. ഇമോഷണൽ നമ്പിങ് ഓർ ഡിറ്റാച്ച്മെൻറ്റ്, ഡിഫിക്കൽട്ടി സ്ലീപ്പിംഗ് ആൻഡ് കോൺസെൻട്രേറ്റിംഗ്, എക്സാജറേറ്റഡ് സ്റ്റേറ്റൽ റെസ്പോൺസ്, ഫ്ലാഷ് ബാക്സ് ഓർ നൈറ്റ് മെയർസ് ഒക്കെ ഉണ്ടാവാം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ഇൻ്റർവെൻഷൻ ഇസ് ക്രൂഷ്യൽ. ഇതിന് ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള CBT ഈസ് മോർ എഫക്റ്റീവ്. ആൻഡ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, പിന്നെ നമുക്ക് ബെൻസോഡയഫ്സിൻസ് എന്നുള്ള, അതുപോലെ SSRIs ഒക്കെ അക്യൂട്ട് ആൻസൈറ്റി ഇൻസോംനിയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെഡിക്കേഷൻസ് ആയിട്ട് കൊടുക്കാം. ഇത് തേർഡ് വൺ ഇസ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ്. ഇറ്റ്സ് എ ക്രോണിക് ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ആൻഡ് ഡെലിബറേറ്റിംഗ് ഡിസോർഡർ ദാറ്റ് ക്യാൻ ഡെവലപ്പ് ആഫ്റ്റർ എക്സ്പോഷർ ടു എ ട്രോമാറ്റിക് ഇവൻറ്റ് ഇൻവോൾവിംഗ് ആക്ച്വൽ ഓർ threatened death, in serious injury, sexual violence, unlike ASD. And acute stress disorder, the symptoms of PTSD persist more than 1 month and cause significant distress or functional impairment. PTSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോമാറ്റിക് ഇവൻറ്റിന് ശേഷം ഉണ്ടാകുന്ന ഒരു റെസ്പോൺസാണ്. ക്രോണിക് ആൻഡ് ഡെലിബറേറ്റ് ഡിസോർഡർ ആണിത്. എക്സ്പോഷർ ലൈക്ക് ഒരു ട്രോമാറ്റിക് ഇവൻറ്റിൻ്റെ എക്സ്പോഷറിന് ശേഷം ഒരു ഡെത്ത് ആയിരിക്കാം, സീരിയസ് ഇഞ്ചുറി അല്ലെങ്കിൽ സെക്ഷൽ വയലൻസ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം. അത് 1 month കൂടുതലായിരിക്കാം, വിച്ച് പേഴ്സിസ്റ്റ് മോർ ദാൻ 1 month. പിന്നെ നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനൊക്കെ ഒരു ഇമ്പായർമെൻറ്റ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറാണ് പറയാൻ പറ്റുള്ളൂ. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോഷർ ടു എ ട്രോമ ഇസ് എ മസ്റ്റ് തിങ്. പിന്നെ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് സിംറ്റംസ് ഫ്രം 4 clusters: ഇൻട്രൂഷൻ, അവോയ്ഡൻസ്, നെഗറ്റീവ്, ഓൾട്രേഷൻ ഇൻ കോഗ്നിഷൻ ആൻഡ് മൂഡ്. ഇൻട്രൂഷനിൽ വരുന്ന റിക്കറൻറ്റ് ഇൻവോളണ്ടറി ആൻഡ് ഇൻട്രൂസീവ് ഡിസ്ട്രെസ്സിങ് മെമ്മറീസ് ഓഫ് ഡ്രീംസ്, ഡിസോസിയേറ്റീവ് റിയാക്ഷൻസ് വരുന്ന ഫ്ലാഷ് ബാക്സ്. അവോയ്ഡൻസ്, എഫേർട്സ് ടു അവോയ്ഡ് ഡിസ്ട്രെസ്സിങ് മെമ്മറീസ്, തോട്ട്സ്, ഫീലിംഗ്സ് ഓർ എക്സ്റ്റേണൽ റിമൈൻഡേഴ്സ്. Negative alterations in cognition and moods, inability to remember important aspects of trauma, persistent negative beliefs, distortion, blame, persistent negative emotional state. Okay. പിന്നെ ഓൾട്രേഷൻ ഇൻ അറോസൽ ആൻഡ് റിയാക്ടിവിറ്റി, ഇറിറ്റബിലിറ്റി, റെക്ലക്നെസ്, ബിഹേവിയർ, ഹൈപ്പർ വിജിലൻസ്, എക്സാജറേറ്റഡ് സ്റ്റാറ്റൽ റെസ്പോൺസ്, പ്രോബ്ലം വിത്ത് കോൺസെൻട്രേഷൻ ആൻഡ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. അതായത് 4 clusters സിംറ്റംസ് ഉണ്ടാവണം. ആൻഡ് സിംറ്റംസ് പെർസിസ്റ്റ് മോർ ദാൻ 1 month ആൻഡ് കോസ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ് ഓർ ഇമ്പയർമെൻറ്റ് നോട്ട് ആട്രിബ്യൂട്ടഡ് ടു സബ്സ്റ്റൻസ് ഓർ അതർ മെഡിക്കൽ കണ്ടീഷൻ ഒക്കെയാണ്. പിന്നെ സബ് ടൈപ്സ് എന്ന് പറയുന്നത് ഡിസോസിയേറ്റീവ് സിംറ്റംസ് വരുന്നുണ്ട്, ഡിലേഡ് എക്സ്പ്രഷൻ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂറോ ബയോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്. ഹൈപ്പർ ആക്റ്റീവ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ഹൈപ്പർ ആക്റ്റീവ് അമിഗ്ഡല ആൻഡ് സ്മോളർ ഹിപ്പോകാമ്പൽ വോളിയം ഒക്കെ ഇതിന് ഒരു ഫാക്ടറായിട്ട് വരാം. പിന്നെ കോർട്ടിസോൾ ലെവലിൻ്റെ ലോ ആയിരിക്കും, പോസിബിളി ഡ്യൂ ടു ദ ഓൾട്ടേർഡ് HPA ആക്സിസ് ഫങ്ഷൻ. ഓക്കെ, പിന്നെ HPA ആക്സിസിന് ഫങ്ഷൻ ഇതായിരിക്കും. ഇത് എല്ലാത്തിനെയാണ് കേട്ടോ പറയുന്നത്. ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ആൻഡ് പേഴ്സണൽ ട്രേറ്റ്സ്. ന്യൂറോട്ടിസം ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഡിസോർഡേഴ്സിന് ഇത് കൂടുതലായിരിക്കും. പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സൈക്കാട്രിക് കണ്ടീഷൻ ഉണ്ടെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് ആൻഡ് പോസ്റ്റ് ട്രോമ. പിന്നെ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നതാണെങ്കിൽ നൈറ്റ് മെയർസ്, ഫ്ലാഷ് ബാക്സ്, ഇമോഷണൽ ഡിസ്ട്രെസ് ഒക്കെ ഉണ്ടാവും ഒരു ട്രോമയെ നമ്മൾ റിമൈൻഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇമോഷണൽ നംനെസ്, ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം അതേഴ്സ്, പിന്നെ ഗിൽട്ട്, ഷെയിം, ബ്ലെയിം ഒക്കെ ഈ ട്രോമയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഹൈപ്പർ അറോസൽ ആൻഡ് സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ എക്സ്പോഷർ തെറാപ്പി,
പിന്നെ അതുപോലെ CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, പിന്നെ ഐ മൂവ്മെൻറ്റ് ഡീസെൻസിറ്റേഷൻ ആൻഡ് റീപ്രോസസ്സിങ് എന്ന് പറയുന്ന ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഐ മൂവ്മെൻറ്റ്സിൻ്റെ ഒരു തെറാപ്പി പോലെ ഒരു ഇതുണ്ട്, പ്രോഗ്രാമാണ് അത് സംഭവം. പിന്നെ ഫാർമക്കോതെറാപ്പി, SSRI, അതിൽ സെറ്റാലിൻ, പാരോക്സിറ്റൈൻ, പിന്നെ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പ്രാസോസിൻ എന്ന് പറയുന്ന ഒരു റെഡ്യൂസ് ട്രോമ റിലേറ്റഡ് നൈറ്റ്മെയർസ് ഒക്കെ അത് റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഗ്രൂപ്പ് തെറാപ്പി, പിയർ സപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.